ചന്ദ്രാപിന്നി മേഖലയിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 5 മാസം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ലെന്ന് നാട്ടുകാർ. ദേശീയപാതയോർത്ത് 200 mm വിതരണ പൈപ്പ് പൊട്ടിയതാണ് ഈ മേഖലയിൽ കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണം. എടത്തിരുത്തി 10-ാം വാർഡ് നേതാജി റോഡ് പരിസരത്തെ വീടുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് നിലച്ചിരിക്കുന്നത്. നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഈ മേഖലയിൽ കുടിവെള്ളം എത്തിക്കുന്നത്. ചന്ദ്രാപിന്നിയിൽ ദേശീയപാതയോർത്ത് 200 mm വിതരണ പൈപ്പ് പൊട്ടിയതാണ് ഈ മേഖലയിൽ കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണം. 5 മാസം മുമ്പ് പൊട്ടിയ പൈപ്പ് 2 തവണ കരാറുകാരെത്തി ചോർച്ച അടച്ചിരുന്നു. എന്നാൽ വെള്ളം പമ്പ് ചെയ്യുന്നതോടെ വീണ്ടും പൈപ്പ് പൊട്ടുകയായിരുന്നു. ഇതോടെ പ്രദേശത്തെ 60ഓളം വീടുകളിലെ കുടിവെള്ള വിതരണം തടസ്സപ്പെടുകയായിരുന്നു. കുടിവെള്ളം ഇല്ലാതായതോടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള വാട്ടർ കിയോസ്കുകളിൽ നിന്നും ബന്ധുവീടുകളിൽ നിന്നും മറ്റുമാണ് പ്രദേശവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. 5 മാസമായിട്ടും പ്രശ്നം പരിഹരിക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ള പ്രശ്നമാണ്. 5-5.5 മാസത്തോളം ഇവിടെ വെള്ളം ഇല്ലാണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ വോട്ടെടുപ്പായിട്ട് എല്ലാവരും വന്നിരുന്നു, എല്ലാ പാർട്ടിക്കാരും വന്നിരുന്നു. എല്ലാ പാർട്ടിക്കാരോടും ഞങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞൊരു വിഷയമാണ് ഇപ്പോൾ വരാൻ പോണത്. അതിനൊരു തുള്ളി വെള്ളമില്ല. ഞങ്ങളതുകൊണ്ട് ഇവിടുന്ന് കുറേ വീട്ടുകാർ വോട്ടും ചെയ്തിട്ടില്ല. പ്രാവശ്യം വോട്ടൊക്കെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വിഷുവിൻ്റെ മുന്നായിട്ടെങ്കിലും കുടിവെള്ളം എത്തിക്കാനായിട്ട് നോക്കുക. പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ ദേശീയപാതയോർത്ത് കുളം കണക്കെ എടുത്ത കുഴി ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തുന്നുമുണ്ട്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് കാനയിലേക്ക് ഒഴുകിപ്പാഴായി പോകുന്നത്. MP, MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ചെങ്കിലും വേണ്ട വിധം പരിഗണിച്ചില്ലെന്ന് വാർഡ് മെമ്പർ ഉമറുൽ ഫാറൂഖ് പറഞ്ഞു. എത്രയും പെട്ടെന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. മീഡിയ ടൈം, കയ്പമംഗലം.